തെരഞ്ഞെടുപ്പ് കാലത്തിലെ കൂട്ടലും കിഴിക്കലും ഒന്നും ഇനിയും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തുടങ്ങിയിട്ടുള്ള ആ കൂട്ടലും കിഴിക്കലും തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിലുണ്ടായി. അതിനുശേഷം അതിന്റെ റിസൾട്ട് വന്നു. പല കൂട്ടലും കിഴിക്കലുകളെല്ലാം തന്നെ അസ്ഥാനത്താകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പക്ഷേ അതിനുശേഷവും വീണ്ടും ഈ കൂട്ടലും കിഴിക്കലും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിന്റെ കാരണങ്ങൾ തേടിയിട്ടുള്ള യാത്രകളാണ് ഓരോ പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും ഈ കാരണങ്ങൾ തേടി നടക്കുന്നത് CPM-ഉം കോൺഗ്രസും തന്നെയാണെന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലെ കൂട്ടൽ കിഴിക്കൽ, ഒപ്പം തന്നെ BJP നേടിയിട്ടുള്ള വോട്ട് ചോർന്നതാർക്ക് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത്. ഇന്നത്തെ കാര്യവും അതൊക്കെ തന്നെയാണ്. തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നത് വരെ ഓരോ മുന്നണികളും മുന്നോട്ട് വെച്ചത് അതിഭീകരമായിട്ട് നമ്മൾ ഇതുവരെയും കാണാത്ത രീതിയിലുള്ള പ്രത്യാശ തന്നെയായിരുന്നു. 20-ൽ 20 അടിച്ച് 2020 നേടുമെന്നായിരുന്നു കോൺഗ്രസ് പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ അതിന് സമാനമായ രീതിയിലുള്ള ആത്മവിശ്വാസവും അവകാശവാദവും തന്നെയായിരുന്നു ഇടതു മുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ BJP അത്തരത്തിൽ അവർ ഇതുവരെ പറയാത്ത രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. 5 വരെ സീറ്റുകൾ തങ്ങൾ കേരളത്തിൽ നേടുമെന്നതായിരുന്നു അവർ പ്രധാനമായി മുന്നോട്ട് വെച്ചത്. വോട്ടെടുപ്പിന്റെ അല്ലെങ്കിൽ വോട്ടെണ്ണലിന്റെ അവസാന ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് ഏതാണ്ട് പ്രാവർത്തികമാകുമോ, അല്ലെങ്കിൽ BJP കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാകുമോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ പലകുറി നമ്മൾ പരസ്പരം ചോദിക്കേണ്ട ഒരു സാഹചര്യം കൂടി വന്നിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിൽ BJP നടത്തിയിട്ടുള്ള മുന്നേറ്റം തന്നെയായിരുന്നു. എന്തായാലും അതിന്റെ ഫലമെല്ലാം അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ തൃശ്ശൂരിൽ കേരളത്തിൽ ആദ്യമായി, ചരിത്രത്തിൽ ആദ്യമായി താമര വിരിയുന്നതും കണ്ടു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. അതൊരു പുതിയ തുടക്കം തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. BJP-യിൽ നിന്നും പഠിക്കാൻ ഏറെയുണ്ട് CPM-നും കോൺഗ്രസിനും എന്നതാണ് ഏറ്റവും ആത്യന്തികമായും പ്രാധാന്യത്തോടെയും പറയേണ്ട കാര്യം. കാരണം ഇത് ഇന്നലത്തേക്ക് അല്ലെങ്കിൽ ഇന്ന് ഈ ഒരു സീറ്റ് നേടുന്നതിന് വേണ്ടി അവർ തുടങ്ങിയത് അല്ലെങ്കിൽ അവർ പ്രവർത്തനം ആരംഭിച്ചത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതലല്ല എന്നുള്ളതാണ്. അതിനു മുമ്പും പതിറ്റാണ്ടുകൾ മുമ്പ് തന്നെ ഇതിനുള്ള കരുക്കൾ നീക്കുന്ന നടപടികളിലേക്ക് BJP എത്തിയിരുന്നു. പലപ്പോഴും ആക്ഷേപിക്കപ്പെടുന്ന തരത്തിലേക്കുള്ള പല കാര്യങ്ങളും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെയും ഒരു ലോങ് ടൈം സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ഒരു വിദൂരമായിട്ടുള്ള ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന സ്വപ്നം, അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലായിരുന്നു BJP ഉണ്ടായിരുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഒരു പുതിയ ചരിത്രം എഴുതിക്കൊണ്ട് താമര വിരിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെയൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ പാർട്ടികളെല്ലാം തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള കണക്കുകൂട്ടലുകളിലാണ്. എവിടെയാണ് തങ്ങൾക്ക് പിഴച്ചത് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എന്തായാലും വോട്ട് ചോർച്ച സംബന്ധിച്ച് CPM-നുള്ളിൽ ഒരു തരത്തിലുള്ള ആക്ഷേപവും ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുത്തു പറയേണ്ടത്. ഏറ്റവും അധികം വോട്ടുകൾ ചോർന്നിരിക്കുന്നത് CPM-ൻ്റെതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ 9 മണ്ഡലത്തിലാണ് 1 ലക്ഷത്തിലധികം ഭൂരിപക്ഷം വിജയിച്ചവർ സ്വന്തമാക്കിയിരിക്കുന്നത്. അതിൽ പകുതിയും പോയിരിക്കുന്നത് CPM-ൻ്റെതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തൃശ്ശൂരിലെ മാത്രം കാര്യം നോക്കിയാൽ ഗുരുവായൂരിലൊഴികെ ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം BJP നടത്തിയത് വമ്പൻ മുന്നേറ്റമാണ്. ഒരിടത്ത് പോലും ഇടതുപക്ഷത്തെ പച്ച തൊടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം തന്നെ CPM ഭരിക്കുന്ന അല്ലെങ്കിൽ CPM കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നേടി വിജയം നേടിയിട്ടുള്ള മണ്ഡലങ്ങളാണ് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം. എന്തായാലും BJP-യുടെ ഈ ഒരു നേട്ടം അത് കേരളത്തിൻ്റെ ജനകീയ അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ മതേതര മനസാക്ഷിയെ ശിഥിലമാക്കിക്കൊണ്ട് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു വിജയമാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിൽ പ്രധാനമായും കൃത്യമായ രീതിയിലുള്ള വർഗീയ കാർഡുകൾ ഇറക്കിക്കൊണ്ട് തന്നെയുള്ള പ്രചാരണ പരിപാടികൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തൃശ്ശൂരിൽ അവർ പയറ്റിയിട്ടുള്ള സ്ട്രാറ്റജി എന്തായാലും ഒന്ന് നോക്കി മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. അത് തുടക്കം മുതൽ തന്നെ ഏതാണ്ട് ഒരു ഘട്ടത്തിൽ പോലും സുരേഷ് ഗോപി താൻ വിജയിക്കുമെന്നുള്ളൊരു അവകാശവാദം ഒരു ഘട്ടത്തിലും എവിടെയും അങ്ങനെ തോന്നിപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം അതുകൊണ്ട് തന്നെ ഉണ്ടായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ രണ്ട് ഇടത് വലത് മുന്നണികൾക്ക് ഒരിക്കലും ഇതൊരു പൊതു ശത്രുവാണെന്ന് തോന്നിപ്പിക്കാത്ത നിലയിൽ കൃത്യമായ രീതിയിൽ അടിത്തട്ടിലൂടെയുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിൽ നടത്തിക്കൊണ്ടുപോയി അവിടെ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ BJP-ക്കും സുരേഷ് ഗോപിക്കും കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനമായ ഒരു കാര്യം. ഒപ്പം തന്നെ ആലപ്പുഴ കഴിഞ്ഞ തവണ ഈ വലിയൊരു കൊടുങ്കാറ്റിൽ, അതായത് വലത് UDF തരംഗത്തിൽ ഒരിക്കലും ഇളകാതെ നിന്ന ഒരു മണ്ഡലമായിരുന്നു LDF-നൊപ്പം ആലപ്പുഴ ഇത്തവണ കൈവിട്ടു പോകുമ്പോൾ കഴിഞ്ഞ തവണ ആരിഫിനെ അകമഴിഞ്ഞ് സഹായിച്ച കായംകുളം, ചേർത്തല തുടങ്ങിയ മണ്ഡലങ്ങളെല്ലാം തന്നെ അടിയേ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. ഒരിടത്ത് പോലും ആരിഫിന് പച്ച തൊടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആലപ്പുഴയെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ചേലക്കര നിവാസിയായിട്ടുള്ള ഇപ്പോഴത്തെ നമ്മുടെ ദേവസ്വം മന്ത്രി അവിടെ ജയിച്ചിട്ടുള്ള, അതായത് ആലത്തൂരിൽ ജയിച്ച രാധാകൃഷ്ണൻ മാത്രമാണ് ഒരു തരത്തിൽ ഒരു
കനൽ ഒരു തരി എന്ന് വീണ്ടും ഒരിക്കൽ കൂടി പറയാൻ ഒരു അവസരം പോലും ഉണ്ടാക്കി കൊടുക്കുന്ന നിലയിലേക്ക് ഒരു വിജയം നേടിയെടുത്തത്. എന്തായാലും അതിൽ പ്രധാനമായും അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം അത് വലിയ ഒരു കാര്യമായി തന്നെ മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. എന്തായാലും BJP കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ഫലമായി എന്നോണം നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. കാരണം BJP പല സംസ്ഥാനങ്ങളിലും അവർ നടത്തിയിട്ടുള്ളത് ഇത്തരത്തിൽ ഓരോ തരത്തിലുള്ള ഓരോ രീതിയിലുള്ള ഇടപെടലുകളായിരുന്നു. അതിൽ പ്രധാനമായും ഒരിക്കലും കർണാടകയിലെ BJP അല്ല കേരളത്തിലേത് എന്ന് തോന്നിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. UP-യിലെ അവർ പയറ്റുന്ന സ്ട്രാറ്റജി അല്ല കർണാടകയിലുള്ളത്, തെലുങ്കാനയിൽ അങ്ങനെയല്ല. ഓരോ സ്ഥലത്തും ആ സ്ഥലത്തിനനുസരിച്ചുള്ള തരത്തിലേക്കുള്ള സ്ട്രാറ്റജികൾ കൊണ്ടുവരാൻ BJP കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പലപ്പോഴും തീവ്രമായിട്ടുള്ള തീവ്ര ഹിന്ദുത്വം അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷം രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുമ്പോൾ പോലും ആ നിലയ്ക്കല്ലായിരുന്നു. ഒരു വിഭാഗത്തിന് മാത്രം പറ്റുന്നതല്ല, ക്രിസ്തീയ സമൂഹത്തിനും ക്രിസ്തീയ വിഭാഗത്തിനും പ്രവർത്തിക്കാൻ, ഏത് വിഭാഗത്തിനും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് തങ്ങൾ എന്ന് പറയാതെ പറയിപ്പിക്കുന്ന നിലയിലേക്ക് അവർ കാര്യങ്ങൾ എത്തിച്ചു. അതിനുവേണ്ടി തന്നെയാണ് BJP-യുടെ പല പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ഹിന്ദുക്കളല്ലാത്ത മറ്റ് മതസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള അല്ലെങ്കിൽ അതിൻ്റെ നേതൃസ്ഥാനത്ത് ഇരുത്തിക്കൊണ്ട് തന്നെയുള്ള അവരുടെ സ്ട്രാറ്റജി അത് തന്നെയായിരുന്നു അവർ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ പ്രവർത്തിച്ചു വന്നത്. അതിൻ്റെ ഒരു ഉത്തമമായിട്ടുള്ള ഫലം അവർക്ക് ഇത്തവണ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തൃശ്ശൂരിൽ BJP-യുടെ വിജയത്തെ അത്ര നിസാരവൽക്കരിക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ വരാനിരിക്കുന്നത് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പാണ്. അതിൽ ഏതെല്ലാം തരത്തിലുള്ള മുന്നേറ്റങ്ങൾ ഏതെല്ലാം പാർട്ടികൾ നടത്താനിരിക്കുന്നു, അല്ലെങ്കിൽ BJP അവിടെ ഏതെല്ലാം തരത്തിൽ മുന്നേറ്റം നടത്താനിരിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഈ തൃശ്ശൂരിലെ സംഭവം അത്രമാത്രം വേഗത്തിൽ എഴുതി തള്ളാൻ കഴിയുന്ന ഒന്നല്ല, നിസാരവൽക്കരിക്കാൻ കഴിയുന്ന ഒന്നല്ല വലത് മുന്നണികൾക്ക് എന്നുള്ളതാണ്. എന്തായാലും ഇടതുപക്ഷത്തിനും UDF-നും മാത്രം അല്ലെങ്കിൽ അവരുടെ ആലകളിൽ മാത്രം കെട്ടിയിരുന്ന ജനങ്ങളായിട്ട് മാത്രമല്ല തങ്ങൾക്ക് ജീവിക്കാൻ കഴിയുക, മാറി ചിന്തിക്കാൻ കഴിയും. അതിന് പറ്റിയിട്ടുള്ളൊരു മണ്ണ് ഇവിടെ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് തൃശ്ശൂരിലെ വിജയം BJP-യുടെ സംസ്ഥാനത്താകെയുള്ള മുന്നേറ്റം.